വിദ്യാർത്ഥികൾക്ക് പാഠപുസ്തകത്തിനപ്പുറം ജീവിത മൂല്യങ്ങൾ കൂടി പറഞ്ഞു കൊടുക്കേണ്ടവരാണ് അധ്യാപകർ. എന്നാൽ ഇക്കാലത്ത് ഇങ്ങനെ മാതൃകയായി ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന എത്ര പേരുണ്ട് ഇവിടെ? വിദ്യാർത്ഥികളുടെ ഭാവിയും ജീവിതവും തകർത്ത അധ്യാപകരെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിലെ വിദ്യാർത്ഥി നിതിൻ രാജിനെ മരണത്തിലേക്ക് തള്ളിവിട്ടത് അധ്യാപകരാണ്. നിതിൻ്റെ മരണത്തിൽ ഒന്നാം പ്രതിയായ അധ്യാപകൻ ഡോക്ടർ MK റാം ആ സംഭവത്തിന് ശേഷം ഒളിവിലായിരുന്നു. ഇയാൾക്ക് വേണ്ടി അന്വേഷണ സംഘം കേരളത്തിനകത്തും പുറത്തും തിരച്ചിൽ നടത്തി. ഒടുവിൽ നിതിൻ്റെ മരണം നടന്ന് 100 ദിവസത്തിന് ശേഷം അയാൾ പിടിയിലായിരിക്കുന്നു. താടി വെച്ച് രൂപം മാറി കർണാടകയിലെ കുടകിൽ ഒളിവിൽ കഴിയുകയായിരുന്ന ഇയാൾ രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടെയാണ് ക്രൈംബ്രാഞ്ചിൻ്റെ പിടിയിലായത്. പ്രതിയെ കോടതിയിൽ എത്തിച്ചപ്പോൾ നാടകീയമായ സംഭവങ്ങളാണ് അരങ്ങേറിയത്. കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിലെ 1ാം വർഷ BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ ആത്മഹത്യയിൽ പ്രതിയായ അധ്യാപകൻ ഡോക്ടർ MK റാം കർണാടകയിലെ കുടകിൽ നിന്നാണ് പിടിയിലായത്. താടി വെച്ച് വേഷം മാറി ഒളിവിൽ കഴിയുകയായിരുന്ന റാമിനെ രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടെയാണ് ക്രൈംബ്രാഞ്ച് സംഘം പിടികൂടിയത്. ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തിച്ച റാമിനെ മണിക്കൂറുകളോളം ചോദ്യം ചെയ്തു. കർണാടകയിലും ആന്ധ്രയിലുമായ പല സ്ഥലങ്ങളിലാണ് ഉണ്ടായിരുന്നാണ് അറിയിച്ചത്. ബാക്കി കൂടുതൽ കാര്യങ്ങൾ അന്വേഷണത്തിന്റെ പരിധിയിൽ വരുന്നതിനാൽ കൂടുതൽ ഇപ്പോൾ പുറത്തു പറയാൻ സാധിക്കില്ല. എങ്കിലും കോടതി മുമ്പായുള്ള വിഷയമാണ്. സുപ്രീം കോടതിയിൽ ബെയിൽ അപ്ലിക്കേഷൻ നിലനിൽക്കായിരുന്നു. സുപ്രീം കോടതിയുടെ ബെയിൽ അപ്ലിക്കേഷൻ ഡിസ്മിസ് ചെയ്ത് അന്ന് തന്നെ പ്രത്യേകമായ സംഘത്തെ നിയോഗിച്ചിരുന്നു. ആ സംഘം തന്നെയാണ് ജൂൺ 19 ഹൈക്കോടതി റാമിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതോടെ ക്രൈംബ്രാഞ്ച് സംഘം ആന്ധ്രാപ്രദേശിലെത്തിയിരുന്നു. റാം ഫോൺ ഉപയോഗിക്കാത്തതാണ് അന്വേഷണ സംഘത്തിന് വെല്ലുവിളിയായത്. ആന്ധ്രാപ്രദേശിലെ ഒരു പ്രാദേശിക പാർട്ടിയുടെ സഹായവും ഇയാൾക്ക് ലഭിച്ചിരുന്നു. മുൻകൂർ ജാമ്യ ഹർജി തള്ളിയിട്ടും പ്രതിയെ പിടികൂടാത്തതിൽ രൂക്ഷ വിമർശനമാണ് പോലീസിനെതിരെ കോടതി ഉന്നയിച്ചത്. ജാമ്യം നിഷേധിച്ചിട്ടും അറസ്റ്റ് എന്തുകൊണ്ടാണ് വൈകുന്നതെന്ന് ആരാഞ്ഞ കോടതി പോലീസിന് ഇതിന് 2 നീതിയാണോ എന്നും ചോദിക്കുന്ന സാഹചര്യമുണ്ടായി. കൈ വിറയ്ക്കുന്ന പോലീസിന് എങ്ങനെ നീതി നടപ്പാക്കാനാകുമെന്നും കോടതി വിമർശിച്ചിരുന്നു. സുപ്രീം കോടതിയും മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതോടെയാണ് ഒടുവിൽ ഇയാൾ പിടിയിലാകുന്നത്. റാമിന്റെ അറസ്റ്റ് ആശ്വാസം നൽകുന്ന വാർത്തയാണെന്ന് നിതിന്റെ പിതാവ് രാജൻ പറഞ്ഞു. മറ്റുള്ള എല്ലാ പ്രതികളെയും പുറത്തു കൊണ്ടുവരണമെന്നും രാജൻ ആവശ്യപ്പെട്ടു. ഇതിന് പിന്നിൽ വീണ്ടും അധ്യാപകരുണ്ട്. പ്രിൻസിപ്പലിന്റെ റൂമിൽ നടന്ന ഇൻസിഡന്റിൽ ആരൊക്കെയാണോ പങ്കെടുത്ത അവരെല്ലാം പ്രതികളാണ്. അവന് നീതി വേണം. നീതിക്ക് വേണ്ടിയാണ് ഈ പിതാവ്, കുടുംബം, സംഘടനകൾ എല്ലാവരും അലയുന്നത്. കേസിൽ മറ്റ് അധ്യാപകരെ കൂടി പ്രതി ചേർക്കണമെന്ന് നിതിൻ രാജിന്റെ സഹോദരി ആവശ്യപ്പെട്ടു. ഇനിയെങ്കിലും നല്ല പ്രോപ്പറായിട്ടുള്ള അന്വേഷണം ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. കേരളത്തിൽ ഉണ്ടായിട്ട് പോലും 100ാമത്തെ ദിവസമാണ് അയാളെ പിടികൂടിയത്. മറ്റ് പ്രതികളുടെ അന്വേഷണം എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് വഴിയെ കണ്ടും അറിയാം. ആ ഒരു രീതിക്കാണ്. കാരണം പോലീസിന്റെ കാര്യത്തിലുള്ള വീഴ്ചയിലാണ് ഇത്രയും ദിവസം വേണ്ടി വന്നത്. അതേസമയം ഡോക്ടർ റാം നിരപരാധിയാണെന്നും അന്വേഷണവുമായി സഹകരിക്കുമെന്നുമായിരുന്നു റാമിന്റെ അഭിഭാഷകൻ ലത്തീഫ് ബഡഗുദനൂരിന്റെ പ്രതികരണം. നമ്മുടെ ഡോക്ടർ റാം സർ ഇതിൽ ഒരു വിധത്തിലും ഇൻവോൾവ്മെന്റ് ഇല്ലാത്ത ഒരു പ്രശ്നമാണ്. നമുക്ക് കേരള പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ വിശ്വാസമുണ്ട്. അവർ ഫെയറായ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തും. ഈ ഇൻവെസ്റ്റിഗേഷനിൽ ഇയാൾ കുറ്റവാളി അല്ല എന്നൊരു ഏപ്രിൽ 10 നിതിൻ രാജ് കോളേജ് കെട്ടിടത്തിൽ നിന്ന് ചാടി ജീവനൊടുക്കിയത്. ഡോക്ടർ റാം, ഡോക്ടർ സംഗീത നമ്പ്യാർ എന്നിവർ നടത്തിയ ജാതി അധിക്ഷേപത്തെ തുടർന്നാണ് ആത്മഹത്യ എന്നാണ് കുടുംബത്തിന്റെ ആരോപണം. എന്നാൽ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട പണമിടപാടാണ് ആത്മഹത്യക്ക് പെട്ടെന്നുള്ള പ്രേരണയായതെന്നാണ് ആദ്യം കേസന്വേഷിച്ച പോലീസ് കണ്ടെത്തിയത്. ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട് 4 പേരെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. ഡോക്ടർ സംഗീത നമ്പ്യാർക്ക് ഇതിനിടെ കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചു. ഏപ്രിൽ 30 കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറിയത്. അതേസമയം റാമിനെ വൈകിട്ട് കോടതിയിൽ ഹാജരാക്കിയപ്പോൾ നാടകീയ രംഗങ്ങളാണ് ഉണ്ടായത്. നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് പ്രതിയുടെ അറസ്റ്റ് എന്ന് ചൂണ്ടിക്കാട്ടി കോടതി ഡോക്ടർ റാമിനെ വിട്ടയച്ചു. തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടേതാണ് നടപടി. എന്നാൽ കോടതി വിട്ടയച്ചതിന് പിന്നാലെ റാമിനെ വീണ്ടും ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിലെടുത്തു. കോടതി വളപ്പിൽ നിന്ന് ബലം പ്രയോഗിച്ചാണ് കസ്റ്റഡിയിലെടുത്തത്. തന്നെ തള്ളി മാറ്റിയാണ് പോലീസ് റാമിനെ പിടിച്ചുകൊണ്ടുപോയതെന്ന് ഡോക്ടർ റാമിന്റെ ഭാര്യ ദിൽന ആരോപിച്ചു. ഇനി 2 ആളെ വലിച്ചു കൊണ്ടുപോവാ. റാം എവിടെ ചോദിച്ചിട്ട് പറയുന്നില്ല. ഇയാളാണ് കുണ്ടേനെ പോലെ വലിച്ചു കൊണ്ടുപോയത്. പിന്നെ 2 ആളെ വലിച്ചു കൊണ്ടുപോവാ.
നിങ്ങളൊക്കെ എന്താ ചെയ്യുന്നത്? കോടതിന്റെ പെർമിഷൻ കോർട്ടിലെ നോട്ടീസ് കൊടുത്തിട്ടാണ് അദ്ദേഹത്തെ പിടിക്കാൻ വേണ്ടിയിട്ട്. ഐ ഡോണ്ട് നോ വാട്ട് ഹാപ്പൻഡ്. ന്യൂസ് 18 കണ്ണൂർ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.